നിങ്ങളെ ഞാൻ ഫോർസാദിനെ കാണുന്നുണ്ടോ? എന്താടാ കളിച്ചില്ല? നീ ജോയിസ്റ്റിക്കിലല്ലേടാ ഊമ്പിക്കൊണ്ടിരിക്കുന്നേ? ചേട്ടാ ജോയിസ്റ്റിക്കല്ലേ ഉള്ളൂ ഇപ്പം. സ്റ്റിയറിംഗ് ചേട്ടൻ തരും എനിക്ക്. സ്റ്റിയറിംഗ് പൈസ കൊടുത്ത് വാങ്ങി. ജോയിസ്റ്റിക്ക് കളിച്ചിട്ട് ഇവിടെ കേവിയുടെ വാറ് പൊളപ്പ് അല്ലല്ല എന്താണ് ചെയ്യാൻ പോകുന്നത്? ഏതാട്ടാ? അവരുടെ ഏഴാമത്തെ ഐഡിയും കളിക്കുന്നില്ലല്ലോടാ ചേട്ടാ. മഴ ചേട്ടാ. ഇത് ഡേവിസ് അല്ലേ ടർഫ്? നിന്റെ ഇതല്ലടാ ഇരിക്കുന്നത് ഈ ഡ്രോൺ അതിന്റെ മാവിക്കാണ്. ഈ മാവിക് പ്രോ അല്ലേ ഇരിക്കണേ? അല്ലല്ല എന്റെ മിനി അല്ലേ? എല്ലാരും ഈ ഒരു ഇവന്റ് വന്ന് അടുത്തൊരു സോൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇനി ഉടനെ തന്നെ ഒരു 4 മിനിറ്റിന്റെ അകത്ത് അല്ലെങ്കിൽ 6 മിനിറ്റിന്റെ അകത്ത് അടുത്തൊരു സോൺ ഷിഫ്റ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇത് എക്സിയുടെ സൈഡിലോട്ട് പോയ എക്സിക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. കെവിയുടെ സൈഡിലോട്ട് കെവിക്ക് ആയിരിക്കും നല്ലൊരു അഡ്വാൻറ്റേജ് വരാൻ പോകുന്നത്. കെവി ഓൾറെഡി ഓൾറെഡി തന്നെ ഉണ്ട്. അവരുടെ എല്ലാ പ്ലേയേഴ്സും ഈ ആംഗിളാണ് നോക്കി ഫോക്കസ് ചെയ്ത് സ്പ്രേ ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ഹിറ്റ്മാൻ അവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. ഹിറ്റ്മാൻ എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ആംഗിൾ മാറാനാണെന്ന് തോന്നുന്നു. ഓക്കെ, ഹിറ്റ്മാൻ നല്ലൊരു ഒരു സ്പ്രേ ട്രൈ ചെയ്യുന്നുണ്ട്. ഹിറ്റ്മാൻ ആ ഒരു വണ്ടിയുടെ പുറകിൽ കവർ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹിറ്റ്മാൻ നല്ലൊരു ടാഗ് കിട്ടി. അതേസമയം കോച്ചറി ഉണ്ടെങ്കിൽ നല്ലൊരു ടാഗ് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഓപ്പൺ വന്നാണ് സ്പ്രേ ചെയ്തത്. ബട്ട് തിരിച്ച് വേണ്ടത്ര ടാഗ് ഇല്ലാത്തത് കൊണ്ട് വലിയൊരു ഡാമേജ് കിട്ടിയിട്ടില്ല. ഓക്കെ, കെവി ലെഗസി ഒക്കെ താഴോട്ട് ചാടിയിട്ടുണ്ട്. എന്താണ് കെവി ചെയ്യാൻ പോകുന്നത്? എക്സിയുടെ എല്ലാ പ്ലേയേഴ്സും ഈ ഒരു ആംഗിളാണ് നിൽക്കുന്നത്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ടാണ് വരുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഹിറ്റ്മാൻ ആ ഒരു ആംഗിൾ ഹോൾഡ് ഓഫ് ചെയ്യുന്നുണ്ട്. വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. റൈറ്റിൽ ഇറക്കി ചെയ്ത് വരും. ഓക്കെ, ഇതുവരെ വരുവാണെങ്കിൽ ആണോ? കറന്റ് നമ്മൾ ഇതാണ് കറന്റ് ടർഫിന്റെ അവസ്ഥ. ഹയർ ഗ്രൗണ്ട് അവരുടെ കയ്യിലുണ്ട്. അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ക്ക് നല്ലൊരു പിക്ക് എടുക്കാൻ സാധിച്ചു കക്കാഷിയുടെ. അതേപോലെ തന്നെ സോൺ ഔട്ടിലാണ് ആ ഒരു പ്ലെയർ ചത്തിരിക്കുന്നത്. കക്കാഷിയുടെ വണ്ടി ഇടിച്ചാണ് ചത്തിരിക്കുന്നത്. ഇന്റർനെറ്റ് മീഡിയം ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. വണ്ടി അവിടെ പൊട്ടിത്തെറിച്ചു. പക്ഷെ ഹിറ്റ്മാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുത്തൊരു സോൺ വന്നിരിക്കുന്നത്. മോബി ഇല്ലല്ലേ? മോബി നാട്ടിലല്ലേ? അതെ അതെ, 12 ഇപ്പുറത്തോട്ടായിരുന്നു, ഇന്ന് അപ്പുറത്തോട്ടായി അല്ലേ? യെസ്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റിക്കാർക്ക് ഓൾറെഡി അറിയാം ഇവിടെ അവർക്ക് ഇവിടെ നിന്ന് കളിച്ചിട്ട് കാര്യമില്ല, പുഷ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്താണ് ചെയ്യാൻ അടുത്ത സോൺ എങ്ങോട്ടാ ഷിഫ്റ്റ് ആയത്? അത് ഇത് മറ്റേ ഹെൽത്തി ആയിട്ടാ വെള്ളം. ഓക്കെ, ബോസണ്ണം വേണം. ബോസണ്ണൊന്നുമില്ല, ബോസണ്ണൊക്കെ എടുത്ത് കളഞ്ഞു. ഇന്ന് ചക്ക കോമ്പാണ്. ഷമീർ എന്താ സോറി ഒക്കെ പറയുന്നത്? എന്താ സംഭവം ബ്രോ? ഷമീർ സംസാരിച്ചായിരുന്നു. ഷമീർ എന്നെ വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു, ഇനി ബ്രോ ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, ഞാനിത് ഇത് നിർത്തുക, ലൈക്ക് ഇനി ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഞാനും ഇത് അവിടെ വെച്ച് പറഞ്ഞു നിർത്തി. അവനിപ്പോ സിറ്റിസൺ RP ഇതൊക്കെ അല്ലേ ചെയ്തോണ്ടിരിക്കണേ. അപ്പൊ ആ വഴിക്ക് പൊക്കട്ടെ. നമ്മുടെ സൈഡിൽ നിന്ന് ഒന്നും പറയണം. ഞാൻ അന്നേ നിർത്തിയ, ഞാൻ അതിന് ശേഷം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ സമാധാനമായിട്ട് പോട്ടെ.
ഓക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ XT ഇപ്പോഴും ആ ഒരു ഏരിയയിൽ തന്നെ അവർ കവർ ചെയ്ത് അവരെ വണ്ടി ഇടിച്ച് കൊല്ലുന്നുണ്ടെന്ന് തോന്നുന്നു. ആദ്യമേ തന്നെ അവർക്ക് അവരുടെ ഒരു പ്ലെയർ വണ്ടി ഇടിച്ച് നഷ്ടപ്പെടുകയാണ്. രണ്ടാമത് കേവിയുടെ സൈഡിൽ നിന്ന് വണ്ടി ഇടിച്ച് ഇത് പക്ഷേ കാരണം ഹയർ ആംഗിൾ ലെഫ്റ്റ് ആംഗിൾ അല്ല പോകാൻ ഓക്കെ സോൺ ഷിഫ്റ്റ് മൊത്തത്തിൽ ഷിഫ്റ്റ് ആയിരിക്കും. ഇനി ഒന്നുമില്ല, നേരെ കൊണ്ട് കുത്തല്ലാണ്ട് ഒരു ഓപ്ഷൻ ഇല്ല. നേരെ കൊണ്ട് കുത്തുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. XT എന്ത് ചെയ്യും? കണ്ണമ്മൊന്നും ഇല്ല, വെറുതെ കണ്ണമ്മൊന്നും പറഞ്ഞ് ഫാമിലി എഫേർട്ട് കളയത്തേ ഉള്ളൂ. കണ്ണാപ്പി ലൈനപ്പിൽ ഇല്ല. ഓ എന്റെ അമ്മേ, ഇവിടെ കയറിയിട്ട് എന്ത് കാണിക്കാൻ? ഇവിടെ ഒന്നും ചെയ്യില്ല, ഒരു കാര്യമില്ല. 10 പേര് കൂടെ ഇവിടെ നിൽക്കാൻ പോവാണ്. അത്രേ ഉള്ളൂ മോനെ, അതാണ് കോള്. എന്താ ചെയ്യേണ്ടത്? ഇടത്തൊക്കെ കണ്ട് തുടിക്കുന്നുണ്ടല്ലോ. നമ്മ ടഫ് പോയേട്ടാ. ബ്രാവോ ഇടത്തെ കണ്ട് വലത്തെ കണ്ടൊക്കെ തുടിക്കുന്നുണ്ടെന്ന് ലൈവിൽ കരയും. ബാങ്ക് ഓഫ് ബറോഡ ഉണ്ടെന്നുണ്ട് എനിക്ക് ലോണല്ല തരും. നീ എന്തിനാ ഇടയ്ക്കൊക്കെ ഒന്ന് പറയണേ ചാറ്റില്? എത്ര പൈസ എത്ര എണ്ണ? അറിഞ്ഞൂടാ. അല്ല അതിൽ ഇപ്പൊ എത്ര പൈസ അവരെ ഇതെന്താ വന്നേ? ഹലോ ഫോളോ അയ്യോ ഐഡിയ ഉണ്ട്. അത് റെക്കമെൻഡേഷൻ ഫ്രണ്ടിലെന്തോ ഒരു അറ്റാക്കിംഗ്. ഓ നല്ലൊരു സ്പ്രേ. എല്ലാരും ആ ഒരു ഏരിയയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് വെക്കാനാ എടുത്ത് സോണൊന്നും ഇല്ലടാ. അടുത്ത സോണല്ലേ, ലാസ്റ്റ് സോണല്ലേ ഇത്? നേരെ ഷെഡിന്റെ നല്ല സുഖ പരിപാടിയുണ്ട്. എന്താ അറിയാമോ? ഇനി ഒരു ലക്കാണ് സുഖ പരിപാടി ഉള്ളത്. സ്പെക്കിലിരിക്കുമ്പോ എല്ലാം സുഖമാ. എന്താണ് എക്സ് ചെയ്യാൻ പോകുന്നത്? എക്സ്ക്ക് 10 ലൈവാണ്, സത്യം പറഞ്ഞാൽ 2 പ്ലേയേഴ്സ് ചത്തില്ലായിരുന്നുണ്ടെങ്കിൽ എക്സിക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടിയതല്ലേ. അവിടെ ഒരു മീഡിയം ഡെഡും 2 മീഡിയം ഡെഡുകളാണ് എക്സിക്ക് വന്നിരിക്കുന്നത്. നിർഭാഗ്യവശാൽ അവരുടെ കൂടല്ല. അതുകൊണ്ട് തന്നെ എടാ നീ വലിയ താളം അടിക്കലടാ ബോസ് അണ്ണാ, കേട്ടടാ? അല്ലല്ല, കറന്റ് അവരുടെ ഗ്യാങ് വെഹിക്കിള് സെർവർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ T-40 ആഡ് ചെയ്ത് കൊടുത്തത്. കുത്തിയിട്ടുണ്ട്. എന്തുമായിട്ട് മഴയോ? എല്ലാ പ്ലേയേഴ്സും ചത്തിരിക്കുകയാണ്. കോച്ചേരി ഉണ്ടി കൂടെ ചത്തിരിക്കുകയാണ്. ബാക്കിയുള്ള പ്ലേയേഴ്സ് അതുപോലെ എന്താ അവിടെ നടന്നേ? അവന്മാർ എക്സ്പെക്ട് ചെയ്തില്ല ചാടുവന്ന്. എല്ലാം തീർന്നില്ലേ? നമ്മുടെ അടി അങ്ങനെ ഡേവിസ് ഇവരെ ഒരുമിച്ച് മറ്റടുത്ത് എടാ IP ഒന്ന് റിവീൽ ചെയ്യല്ലേ ദൈവം. ഞാൻ എന്റെ ഡിസ്പ്ലേ ക്യാപ്ചർ ഇതൊന്ന് ഐഡിയ ആണ്. ഓ അവിടെ കൊണ്ടുവന്നു. കൊള്ളാലോ, ക്യാമറ കൊള്ളാലോ. അപ്പൊ നീ ഇനി എങ്ങനെ സ്റ്റിയറിംഗ് കളിക്കും? അല്ലെ ഒരാഴ്ചത്തേക്ക്